അടിച്ചുപറിക്കുന്നതും കാണാം. പച്ചയായ മനുഷ്യന്റെ തല ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? തലകളെ തന്നെ ലക്ഷ്യമിടുമ്പോൾ പ്രദേശവാസികൾ അവരെ വളഞ്ഞു. മൃതദേഹത്തിന്റെ തലഭാഗം കയ്യിലേന്തിയ വാൾ പോലെ മൂർച്ചയുള്ള ഒരു ആയുധത്തിൽ കുത്തിവെച്ചിരിക്കുന്ന പൂജാരി നൃത്ത ചുവടുകൾക്കിടയിൽ അതിൽ കടിച്ചുപറിക്കുന്നതും കാണാം. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്കടുത്തുള്ള തെങ്കാശിയിൽ കല്ലുറാണി ഗ്രാമത്തിൽ ശക്തിബോധി ചുടലൈ മാടസ്വാമി ക്ഷേത്രമുണ്ട്. 2021 ജൂലൈ 23 കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാത്രി ശക്തി മാടസ്വാമി കോവിലിലെ ആഘോഷം കാണാനെത്തിയ ചില ആളുകൾ മൊബൈലിൽ പകർത്തി പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായതോടെയാണ് ഞെട്ടിക്കുന്ന ആചാരം പുറം ലോകമറിയുന്നത്. കാട്ടുകോവിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ സ്വാമിയാട്ടം ചടങ്ങിനിടെയാണ് സംഭവം. ഉത്സവത്തിനിടെ മനുഷ്യന്റെ പച്ചയായ തല വാൾത്തുമ്പിൽ കുത്തിയിറക്കി സ്വാമിമാർ അത് ഭക്ഷിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത്. 2019 കാട്ടുകോവിലിൽ സമാന സംഭവം അരങ്ങേറിയിരുന്നു. അന്ന് ചടങ്ങിനിടെ ഒരു മനുഷ്യന്റെ ഛേദിച്ച ശിരസ്സും കൈയും കൊണ്ടുവന്നിരുന്നു. ജൂലൈ 23 വാർത്ത വന്നിട്ടും അധികാരികൾ കേസ് രേഖപ്പെടുത്തുന്നത് ജൂലൈ 26 ഇത് മനുഷ്യന്റെ തല തന്നെയാണോ? ആചാരാനുഷ്ഠാനത്തിന് പച്ചയായ മനുഷ്യന്റെ തല ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവിടെ ഉടലെടുക്കുന്നു. നിജസ്ഥിതി അറിയാൻ ഒരു സംഘം പത്രപ്രവർത്തകർ കല്ലുറാണിയിലേക്ക് പുറപ്പെടുന്നു. കല്ലുറാണി വളരെ മോശപ്പെട്ട സ്ഥലമാണെന്നും അപരിചിതരെ അവർ എങ്ങനെയാണ് നേരിടുക എന്ന് പറയാനാവില്ലെന്നും സ്ഥലത്തെക്കുറിച്ചറിയാവുന്നവർ മുന്നറിയിപ്പ് നൽകി. പോകുന്നെങ്കിൽ തന്നെ തമിഴ്നാട് രജിസ്ട്രേഷൻ കാറിൽ പോകണമെന്ന നിർദ്ദേശവും കിട്ടി. എന്നാൽ ഒരു തമിഴ് ടാക്സി ഡ്രൈവർമാർ പോലും കല്ലുറാണിയിലേക്ക് ടാക്സി ഓടാൻ തയ്യാറായില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും അവർ കല്ലുറാണിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ചെങ്കോട്ട വരെ കേരള രജിസ്ട്രേഷൻ കാറിൽ, അവിടെ നിന്നും ഓട്ടോയിൽ കല്ലുറാണിയിലേക്ക് പുറപ്പെട്ടു. കല്ലുറാണിയിലേക്കാണ് പോകേണ്ടതെന്നും അവിടെ ശവത്തിന്റെ തല തിന്ന അമ്പലത്തിലേക്കാണ് പോകണമെന്നും ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. കൃത്യമായ ആ അമ്പലം തനിക്ക് അറിയില്ലെന്നും എന്നാൽ ചോദിച്ച് കണ്ടുപിടിക്കാമെന്നും ഓട്ടോക്കാരൻ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയത്തിന്റെ മിന്നലാട്ടം കാണാമായിരുന്നു. കല്ലുറാണിയിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ പലരും ഓട്ടോയിലേക്ക് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ തുറിച്ചു നോക്കുന്നത് കാണാമായിരുന്നു. പ്രതിസന്ധികൾക്കൊടുവിൽ ആ സംഘം മനുഷ്യത്തലകൾ വാളിൽ കുത്തി നൃത്തം ചെയ്യുകയും നരഭോജികളെ പോലെ അത് കടിച്ചു പറിച്ചു തിന്നുകയും ചെയ്യുന്ന ആചാരമുള്ള സാക്ഷാൽ മാടസ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തി. ക്ഷേത്ര അങ്കണത്തിൽ തങ്ങളുടെ തലകളെ തന്നെ ലക്ഷ്യമിടും പോലെ മാടസ്വാമിയുടെ രാക്ഷസ പ്രതിമ അവരെ തുറിച്ചു നോക്കി നിൽപ്പുണ്ടായിരുന്നു. അപരിചിതരായ പുറംനാട്ടുകാരെ ക്ഷേത്രവളപ്പിൽ കണ്ടതോടെ പ്രദേശവാസികൾ അവരെ വളഞ്ഞു. നിങ്ങൾക്കിവിടെ എന്താണ് കാര്യം? എന്തിനിവിടെ വന്നു? പലരും അവരോട് ആക്രോശിച്ചു. അമ്പലത്തിന്റെ പ്രശസ്തിയെക്കുറിച്ചറിഞ്ഞ് കാണാൻ എത്തിയതാണെന്നും തങ്ങൾ ആചാരങ്ങളെ ബഹുമാനിക്കുകയും അത് നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞ് അവരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. അത് ഏൽക്കുകയും ചെയ്തു. 38 വർഷമായി മാടസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരമാണ് സ്വാമിയാട്ടം. പണ്ട് എല്ലാ മാടസ്വാമി ക്ഷേത്രങ്ങളിലും ഇത് നടന്നിരുന്നു. ഇന്ന് പലയിടത്തും ഈ ആചാരം അവസാനിപ്പിച്ചെങ്കിലും പലയിടത്തും ഇത് നടക്കുന്നുമുണ്ട്. വാട്സാപ്പിൽ വീഡിയോ വന്നതാണ് പ്രശ്നമായതെന്നും ഒരു പ്രദേശവാസി പറഞ്ഞു. കല്ലുറാണിയിലെ നാടാർ സമുദായത്തിലുള്ള ചില കുടുംബക്കാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ശക്തിപോറ്റി മാടസ്വാമിയുടെ ക്ഷേത്രം. 38 വർഷത്തെ പഴക്കമേ ഈ ക്ഷേത്രത്തിനുള്ളൂ. അതിനു മുൻപും ഇവിടുത്തെ മാടസ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം മൃതദേഹത്തിന്റെ തല കയ്യിലെടുത്ത് ആടലും പാടലും നടന്നിരുന്നു. ഇപ്പോഴും പലയിടത്തും നടക്കുന്നുമുണ്ട്. മാടൻ കയറിയ സ്വാമിമാരാണ് ബോഡി എടുക്കുന്നത്. അവർ അതിൽ കടിച്ചെന്നും തിന്നെന്നുമിരിക്കും, ഒരു പ്രദേശവാസി വിശദീകരിച്ചു. ആചാരത്തിന് പാകത്തിന് ശവശരീരം എവിടെ കിട്ടും എന്ന് കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഉത്സവം. അതിനോടനുബന്ധിച്ച് മരിക്കുന്നവരുടെ ബോഡി മുഴുവനായി ദഹിപ്പിക്കില്ല. ആ കാലത്ത് മരിക്കുന്നത് ഭാഗ്യമായാണ് ഈ നാട്ടുകാർ കരുതിയിരുന്നത്. ആ ദിവസങ്ങളിൽ മരണം ഉണ്ടായില്ലെങ്കിലോ എന്ന് മറ്റൊരാൾ സംശയം പ്രകടിപ്പിച്ചു. ഉത്സവം മാടസ്വാമിയുടേതാണ്, അതിനു വേണ്ടുന്ന എല്ലാം സ്വാമി നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖവും സ്വരവും ഉറച്ചതായിരുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നും അടുത്ത ഉത്സവത്തിന് തലേന്ന് തന്നെ എത്തിക്കൊള്ളാനും പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. ക്ഷേത്രത്തിന്റെ വീഡിയോ, ഫോട്ടോ ഒന്നും പകർത്താൻ അവർ അനുവദിച്ചിരുന്നില്ല.
ശരിക്കും ആചാരത്തിന്റെ പേരിൽ നടക്കുന്ന അപരിഷ്കൃത നടപടികളിൽ ഇവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ആചാര മാറ്റമല്ല നമുക്ക് വേണ്ടത്, അടിസ്ഥാനപരമായി മനുഷ്യന്റെ ചിന്താശൈലിയിൽ മാറ്റമുണ്ടാകുന്ന സാമൂഹിക പുരോഗതിയിലേക്ക് നാം വളരുകയാണ് വേണ്ടത്. യൂറോപ്പിലും മറ്റും പള്ളികൾ കഫേകളായതുപോലെ ഇത്തരം അപരിഷ്കൃതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യൻ തയ്യാറാകാതിരിക്കുന്നതോടെ ഇതും ചരിത്ര താളുകളിൽ ഒതുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു അനുഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം.